പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ കോൺഗ്രസിന് മിന്നുന്ന നേട്ടമാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾക്കും വലിയ രീതിയിലുള്ള നേട്ടം നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇതിൽ സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ DMKയും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൻ്റെ ചെയർമാൻ പദവി ശശി തരൂറിന് തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് ദിഗ്വിജയ് സിംഗിന്, രാജ്യസഭാ അംഗം കൂടിയായിട്ടുള്ള ദിഗ്വിജയ് സിംഗിനും പ്രാധാന്യം കൃത്യമായി നൽകപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഇതേ നരേന്ദ്രമോദി സർക്കാർ 2019 മുതൽ 24 വരെ ഭരണത്തിലായിരുന്നപ്പോൾ കോൺഗ്രസിനെ ഒരു രീതിയിലും പങ്കെടുപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ഇനി ആ കളി നടക്കില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പാർലമെൻറ്റിലെ 24 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ കൃത്യമായും 4 എണ്ണം കോൺഗ്രസ്സിന് കൊടുത്തേ മതിയാവുകയുള്ളൂ. അതിൽ സുപ്രധാനമാണ് വിദേശകാര്യ വകുപ്പും അതിലെ നയവുമായി ബന്ധപ്പെട്ട കാര്യം. ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ വരുന്ന വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് രാജ്യവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ശശി തരൂറിന് അത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും എന്നുള്ളത് ഏറെ പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇന്ത്യയിൽ പ്രതിപക്ഷത്തിനെ ഉൾപ്പെടുത്താതെ ഏകാധിപത്യത്തോടു കൂടി മുന്നോട്ട് പോകാം എന്ന അമിത്ഷായുടെ വിചാരം അതൊരിക്കലും നടക്കില്ല എന്നുള്ളതാണ് വസ്തുത. 400 സീറ്റിലധികം നേടി ഈ ഭരണഘടനയെ തന്നെ ഭേദഗതി ചെയ്തു കളയാം എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആഗ്രഹം. എന്നാൽ അവരുടെ ഈ ചിരകാല സ്വപ്നം നടപ്പിലാക്കാൻ ഈ ഇന്ത്യയിൽ ജനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ജനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തത്. എന്നിട്ടും അഹങ്കാരം ഒരിറ്റ് പോലും ശമിക്കാതെ അധികാരത്തിൻ്റെ ധാർഷ്ട്യം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന രീതിയിൽ ഏകാധിപത്യത്തോടുകൂടി ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി പഠിച്ചതിന് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കാൻ, ഒരു ബില്ലായി അവതരിപ്പിക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അത് അപ്രായോഗികമാണ്. അത് ഇന്ത്യയിൽ നടപ്പിലാക്കുക അസംഭവ്യം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നിട്ടും നരേന്ദ്രമോദി അതിൽ തന്നെ പിടിച്ചു തൂങ്ങുകയാണ്. വാസ്തവത്തിൽ ഈ കേന്ദ്രത്തിലുള്ള ഈ സർക്കാർ തന്നെ 5 കൊല്ലം തികച്ചു പോകുമോ എന്നുള്ള കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് വലിയ സംശയമുണ്ട്. മാത്രമല്ല, അടുത്ത കൊല്ലം അദ്ദേഹത്തിൻ്റെ പ്രായം 75 ആവുകയാണ്. 75 കഴിഞ്ഞ ഒരു വ്യക്തിയെയും BJPയിൽ സുപ്രധാനമായ പദവികൾ അലങ്കരിക്കാൻ സമ്മതിക്കരുത് എന്നുള്ള കാര്യത്തിൽ ഭൈരവരെ തിരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ BJPക്കുള്ളിൽ വെടിപൊട്ടിക്കാൻ കൃത്യമായും നരേന്ദ്രമോദി എതിർക്കുന്ന നിരവധിയായ നേതാക്കൾ അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതും മറന്നുകൂടാ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ BJPയുടെ അപ്രമാദിത്വം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.